ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. മറിയത്തിന് സ്വർഗത്തിന്റെ ദൂത് ലഭിക്കുകയാണ്. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. സ്വർഗത്തിന്റെ ദൂത് കാണുമ്പോൾ അമ്മയുടെ പ്രതികരണം ഇതാണ്: അസ്വസ്ഥത, ഒരു അൺഈസിനെസ്, എന്തോ ഒരു സുഖമില്ലായ്മ. ഇത് സ്നേഹമുള്ളവരെ നമുക്കും വേണ്ട ഒരു ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. വചനം കേൾക്കുമ്പോൾ നമ്മൾ എന്തു ഭാവമാണ് ഉണ്ടാകുന്നത്? സ്വർഗം സമീപത്തുള്ളവളുടെ പ്രതികരണമാണ് ഈ അസ്വസ്ഥത, അൺകംഫർട്ട്നെസ്. അതായത് ഒരു ജീവിതത്തിനൊന്ന് ഉലയ്ക്കുന്നത് പോലെ ഒരു തോന്നൽ. സ്വർഗത്തിൻ്റെ ശബ്ദം എൻ്റെ ജീവിതത്തിലേക്ക് പതിക്കുമ്പോൾ ഭൂമിയിലുള്ള എൻ്റെ ജീവിതം ചലിക്കുകയാണ്, വ്യത്യസ്തമായി മാറുകയാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഒരു ഉലച്ചിൽ വരികയാണ്. സ്വർഗം നിന്നോട് സംസാരിക്കുമ്പം ഒരു കൂസലുമില്ലാതെ നിനക്ക് നിൽക്കാൻ പറ്റുമോ? സ്വർഗം നിന്നോട് സംസാരിക്കുമ്പം ഒരു പ്രതികരണമില്ലാതെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? സ്വർഗം നിന്നോട് സംസാരിക്കുമ്പോൾ കിടന്നിങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? അലസമായിട്ട് ഇനി ഇരിക്കാൻ പറ്റുമോ? അസ്വസ്ഥതയിൽ നിന്നിലില്ല എങ്കിൽ, നിന്നിലൊരു അസ്വസ്ഥത ഉളവാക്കുന്നില്ലെങ്കിൽ, ഒരു അൺഈസിനെസ് നിനക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ, സ്നേഹമുള്ള ദൈവവേദലെ, നിന്നിൽ വചനം ചലനമുണ്ടാക്കുന്നില്ല എന്നർത്ഥം. നിന്നിൽ വളരെ പതുക്കെ തിന്മയുടെ വേരോട്ടം കണ്ടു തുടങ്ങി എന്നതിനർത്ഥം. വചനം നിന്നിൽ അസ്വസ്ഥത ഉണ്ടാക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. മറിയത്തിൽ അസ്വസ്ഥത ഉണ്ടായതുപോലെ ഈശോയെ, വചനമെന്നിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ, അത് പരിശുദ്ധാത്മാവ് അവളിലേക്ക് വന്നപ്പോൾ വ്യത്യാസമുണ്ടായതുപോലെ ഈ അസ്വസ്ഥത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കണം. ഒരു പോസിറ്റീവായ അസ്വസ്ഥത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.